കഴുത്തുവേദന നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഞാൻ ഡോക്ടർ രമ്യ, രാജഗിരി ഹോസ്പിറ്റലിൽ റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. കഴുത്തുവേദന അടിക്കടി വരുന്നുണ്ടെങ്കിൽ മൾട്ടി ഫേസറ്റൽ രീതിയിലാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യേണ്ടത്. കുറച്ച് നാളത്തെ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നത് കൊണ്ടോ അല്പകാലത്തെ മെഡിക്കേഷൻസ് കൊണ്ടോ മാത്രം ഒരുപക്ഷെ അത് നമുക്ക് ഡീൽ ചെയ്യപ്പെടില്ല. ഏറ്റവും പ്രധാനമായിട്ട് ഫേസ് 1 നമ്മൾ അതിനെ നോക്കേണ്ടത് തീവ്രമായ വേദനയുടെ മാനേജ്മെന്റ് ആണ്. കടുത്ത വേദനയുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ക്ലിനിക്കലി ട്രിഗർ പോയിന്റ്സ് ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതിന് ചെയ്യാവുന്ന ഇഞ്ചക്ഷൻ ടെക്നിക്സ് ഉണ്ട്. മസിലിനെ റിലാക്സ് ചെയ്യാനും അവിടുത്തെ നീർക്കെട്ട് കുറയ്ക്കാനും ഞരമ്പുകൾക്ക് അബ്നോർമൽ സിഗ്നലിംഗ് ഉണ്ടാവാം, അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു കോക്ടെയിൽ മെഡിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണ് ഫേസ് 1 ചെയ്യുന്നത്. ഫേസ് 2 നമ്മൾ നോക്കുന്നത് എന്തെങ്കിലും ഒരു മെഡിക്കൽ കാരണം ഈ ഒരു വേദന ആവർത്തിക്കാനായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വാത സ്വഭാവമുണ്ടോ, ESR ഒക്കെ കൂടി നിൽക്കുന്ന അവസ്ഥയാണോ, തൈറോയിഡിന്റെ ഡിറേഞ്ച്മെന്റ് ഉണ്ടോ, കൊളസ്ട്രോൾ അബ്നോർമൽ ആണോ, ബ്ലഡ് ഷുഗർ ഡിറേഞ്ച്ഡ് ആണോ, അല്ലെങ്കിൽ തേയ്മാന സാധ്യതകളുണ്ടോ, വൈറ്റമിൻ ഡി കാൽഷ്യം ഒക്കെ കുറഞ്ഞിരിക്കുന്ന അവസ്ഥയാണോ, അങ്ങനെയുള്ള മെഡിക്കലി കറക്റ്റ് ചെയ്യാവുന്ന എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നോക്കുന്നതാണ്. ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതാണ് ഫേസ് 2 സംഭവിക്കുക. ഫേസ് 3 മെയിൻ്റനൻസ് ഫേസ് ആണ്. അതായത് ഈ ഒരു വേദന ആവർത്തിക്കപ്പെടാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട എർഗണോമിക്കൽ കറക്ഷൻസ്, വർക്ക് പ്ലേസിൽ നമ്മൾ ചെയ്യേണ്ട ചില മോഡിഫിക്കേഷൻസ്, നമ്മുടെ സിസ്റ്റത്തെ കറക്റ്റ് പൊസിഷൻ ചെയ്യുന്നതാവാം, നമ്മുടെ ഫോർഹെഡ് ലെവലിലേക്ക് ആ ഒരു മോണിറ്ററിന്റെ ഹൈറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാവാം, നമ്മുടെ ഹാൻഡ് എപ്പോഴും ഒരു ആംറസ്റ്റ് സപ്പോർട്ടിൽ ഇരിക്കുന്നതാവാം, ഇൻ ബിറ്റ്വീൻ ഒരു എക്സർസൈസ് സ്നാക്കിംഗ് എന്ന് പറയും, എക്സർസൈസ് അല്ലെങ്കിൽ പോസ്റ്റർ സ്നാക്കിംഗ്, കറക്റ്റ് പോസ്റ്റർ ആണോ നമ്മളെന്ന് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ഒരു കാര്യമാവാം. ഷോൾഡർ ഷ്രഗിംഗ് എല്ലാം അതിൽ വരുന്നതാണ്. എക്സർസൈസ് നിരന്തരം നമ്മുടെ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുക. നെക്കിന്റെ റേഞ്ച് എക്സസൈസസ്, നെക്കിന്റെ സ്ട്രെച്ച് എക്സസൈസസ്, എയറോബിക് എക്സസൈസും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതിനെ മെയിൻ്റനൻസ് ഫേസിലേക്ക് കൊണ്ടുവന്നാൽ ഒരു നല്ല ശതമാനം ഈ നെക്ക് പെയിൻ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സഹായിക്കും.